ഹായ് ഏതോ ഇപ്പൊ രണ്ടാം തവണയാണല്ലേ കൊറാസോണിലേക്ക്? ഇല്ല, മൂന്നാമത്തെ തവണ. ഓക്കെ ഓക്കെ ഓക്കെ. ദീപ, നമ്മൾ കാണുകയും പരിചയപ്പെടുകയൊക്കെ ചെയ്തു. നിങ്ങൾ രണ്ടുപേരും കൊറാസോണിൽ വരികയൊക്കെ ചെയ്തെങ്കിലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുകയും വേണം, നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയും വേണം ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നൊന്ന് വിചാരിച്ചിട്ടാണ് സത്യത്തിൽ നമ്മളിന്ന് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ യദുവിനെ കാണുന്നതിന് മുൻപ് ഈ മെൻ്റലിസം എന്ന് പറയുന്ന ആ ഒരു ഏരിയ തന്നെ എനിക്കൊരു ഗ്രേ ഏരിയ ആയിരുന്നു. ഒത്തിരി പേരുടെ വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മെൻ്റലിസ്റ്റിനെ ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്ത് ഇങ്ങനെ കാണുന്നത് ആദ്യമായിട്ടാണ്. ഒരു തെറ്റായ ധാരണ ഉണ്ടായിരുന്നത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സൊക്കെ റീഡ് ചെയ്ത് നമുക്ക് ആക്ച്വലി ആ തെറ്റായ ധാരണയ്ക്ക് ഇന്നിപ്പോൾ നമുക്ക് ഇവിടെ തീർത്തു കൊടുക്കാം ആക്ച്വലി. കാരണം അതൊരു വലിയൊരു പ്രശ്നം കൂടിയാണ് ശരിക്കും. നമ്മൾ അതിലേക്ക് പോവാം, അതൊരു മെയിൻ കണ്ടന്റ് ആണ്. നമുക്ക് ഒത്തിരി പേരോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ ഒരു മെന്റലിസ്റ്റിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ കോൺഷ്യസ് ആയി പോകുമെന്ന് വിചാരിക്കുന്നു ചിലപ്പോൾ. കാരണം നമ്മൾ പറയുന്നത് അവർ ആ തരത്തിലാണോ എടുക്കുന്നത്, നമ്മുടെ മനസ്സിലേക്ക് വേറെ ഏതെങ്കിലും ഒരു ചിന്തകൾ വരുന്നുണ്ടോ എന്നൊക്കെ ഒരു ഉൾഭയം നമുക്ക് തോന്നും. അതാണ് ആക്ച്വലി മെന്റലിസ്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ആ ഒരു ഫീല് കിട്ടിയാൽ മാത്രമേ ഒരു മെന്റലിസ്റ്റിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നോർമലി ഒരാളെ കണ്ട് സംസാരിക്കുന്ന പോലെ അല്ലാതെ ഒരു മെന്റലിസ്റ്റിനോട് ഒരാൾ സംസാരിക്കുമ്പോൾ വേറൊരു ഫീല് കിട്ടണം. അതിനാണ് നമ്മൾ മെന്റലിസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ആൾക്കാരുടെ മനസ്സ് വായിച്ചെടുക്കുക അല്ലെങ്കിൽ അത് കൈൻഡ് ഓഫ് തിങ്സ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കാരണം ആൾക്കാർക്ക് ഉള്ളിലൊരു ഭയം വേണം ശരിക്കും. ആക്ച്വലി ഇല്ല, ശരിക്കും അങ്ങനെയൊന്നും അല്ല സംഭവം. മെന്റലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആർട്ട് ഫോമാണ്. നമുക്ക് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ ഒന്നും ഒരാളുടെ മനസ്സ് വായിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എനിക്ക് യദുവിനെ പരിചയപ്പെടുമ്പോൾ ഉള്ള ഒരു വലിയ സന്തോഷം എനിക്കുണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സയൻറ്റിഫിക് ആർട്ടാണെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് യദുവിൻ്റെ അടുത്തു നിന്നാണ്. മാത്രമല്ല ഇതുകൊണ്ട് നമ്മൾക്ക് എന്ത് പ്രയോജനം, സാധാരണഗതിയിൽ ഒരു ഫൺ ഫാക്ടറായിട്ട് നമുക്ക് തോന്നിയിരുന്നൊരു സാധനത്തെ അത് അങ്ങനെ അല്ലാതെ ഇതിനെ ശരിക്കും പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റ് ലെവലിലോ ഒരു എഡ്യൂക്കേഷൻ ലെവലിലോ ഒക്കെ എങ്ങനെ കൊണ്ടു നടക്കാമെന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ഇതിന് എത്രത്തോളം ബോണ്ടിങ് ഉണ്ടാക്കാമെന്നുള്ളതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് യദു എന്നോട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ സംസാരിച്ചത്. അപ്പോൾ യദുവിനോട് ഞാൻ ചോദിക്കുകയാണ്, ശരിക്കും യദുവിൻ്റെ ഷോസ് മറ്റുള്ളവരിൽ നിന്നും ഒത്തിരി വ്യത്യസ്തമാണ് അല്ലേ? അത് ആക്ച്വലി ഞാനല്ല പറയണ്ടത്, കണ്ടവരാണ് ആക്ച്വലി പറയേണ്ടത്. അല്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഇത് യദുവിനെ പരിചയപ്പെട്ടതിന് ശേഷം ഞാൻ പല ഷോസും ഞാൻ ഇങ്ങനെ നോക്കുകയുണ്ടായി സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഹാവ് സം പ്രോസ്പെക്റ്റ്. അതായത് താങ്കളുടെ ഷോസ് കൊണ്ട് ആളുകൾക്ക് ഒരു പ്രത്യേക ഗുണമുണ്ടാകുന്നുണ്ട്. നമ്മൾ ആക്ച്വലി 2 ടൈപ്പ് ഓഫ് ഷോസ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് കാലത്തിനനുസരിച്ച് ഓടുക എന്ന് പറയുന്ന പോലെ കംപ്ലീറ്റ്ലി എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ഒരു ഷോ. അത് മെന്റലിസവും മാജിക്കും കൂടെ ക്ലബ് ചെയ്തിട്ടാണ്. സോ എനിക്ക് തോന്നുന്നു അങ്ങനെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ചെയ്യാറുള്ളൂ. ഒന്നുകിൽ മെന്റലിസം മാത്രമായിരിക്കും അല്ലെങ്കിൽ മാജിക് മാത്രമായിരിക്കും. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് ഒറ്റ ഫോമിൽ ചെയ്യുന്നത് മിക്കവാറും വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഷോ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഈ എഡ്യൂക്കേഷൻ പരമായിട്ട് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ളൊരു ഷോ ആണ്. കാരണം കുട്ടികളാണല്ലോ നാളത്തെ ഭാവി എന്ന് പറയുന്നവരാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയിൽ അവർക്ക് വഴിതെറ്റി പോകാൻ ഒരുപാട് കാരണങ്ങൾ സമൂഹത്തിലുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് മാറ്റം കൊണ്ടുവരാന്നുള്ള രീതിയിൽ സ്കൂളുകൾ ബേസ് ചെയ്തിട്ട് കോളേജുകൾ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അത് നമുക്കിപ്പോൾ ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ ഒരു കോളേജിന് എന്താണ് പ്രശ്നം, ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് അല്ലെങ്കിൽ സ്കൂൾ അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണ്? ചില സ്ഥലങ്ങളിൽ അഡിക്ഷൻ, ഈ ഡ്രഗ്സിൻ്റെ യൂസേജ് ഭയങ്കരമായിട്ടുണ്ടാവാം. ചില സ്ഥലങ്ങളിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും തമ്മിലുള്ള ബോണ്ടിങ്ങിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഈ പാരൻസുമായിട്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ. ഇത് എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ടീച്ചേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം അത് കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ചുള്ള ഒരു ഷോയാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടീച്ചേഴ്സും കുട്ടികളും തമ്മിൽ ബോണ്ടിങ് കണക്ഷൻ കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ രീതിയിലേക്ക് ആ ഷോനെ മാറ്റും. ഷോ നമ്മൾ കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, നിങ്ങൾ ഇത് തന്നെ വാങ്ങിക്കണം എന്ന് നമ്മൾ ഏതിലും ഡിമാൻഡ് ചെയ്യുന്നില്ല. അതൊരു കോർപ്പറേറ്റ് ഇവന്റ് ആണെങ്കിലും നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ തരാം എന്നുള്ളതാണ്. അപ്പോൾ
ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അത് ബിസിനസ്സിൽ പലരും അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നമ്മളത് ഈ ഒരു കലയിൽ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രോബ്ലം എന്താണ്, നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നമ്മളത് സോൾവ് ചെയ്ത് കൊടുക്കുന്നു. പ്രത്യേകിച്ച് മെന്റലിസം, മാജിക് പോലുള്ളൊരു മാധ്യമം പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പോലെ നമുക്ക് കൊണ്ട് വെക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ, ഇപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് എടുത്താൽ കാണാം, ഇഷ്ടംപോലെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ മെസ്സേജാണ് വരുന്നത്, അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുള്ള. ടെക്നിക്കലി സയൻറ്റിഫിക്കലി എനിക്കത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല, ബിക്കോസ് ഞാനൊരു മെൻ്റലിസ്റ്റ് ആണ്, അതൊരു ആർട്ട് ഫോം ആണെന്ന് പറഞ്ഞല്ലോ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ച ആൾക്കാർക്ക് മാത്രമേ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു സൈക്കാട്രിസ്റ്റിനോ മാത്രമേ പറ്റുള്ളൂ. അപ്പം നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ പ്രശ്നമായിട്ട് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ പാരൻസിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും. എന്നിട്ട് അവർ ത്രൂ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിനെയാണ് അവർ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ റീസെൻ്റ്ലി ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പോൾ കൊറാസോണിനെ സംബന്ധിച്ചിടത്തോളം, കൊറാസോൺ എന്ന് പറയുന്നത് ഒത്തിരി കോർപ്പറേറ്റുകളുള്ളൊരു സ്ഥലമാണ്. ഓക്കെ. ഏതാണ്ട് 225 കൂടുതൽ കമ്പനികൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ പറഞ്ഞതുപോലെ പല കമ്പനികളുടെയും ഫെയിലിയറിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ബോസ് എംപ്ലോയി റിലേഷൻഷിപ്പിലുള്ള വിള്ളലുകളാണ്. കമ്പനി നമ്മുടേതാണെന്ന് തോന്നണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ ബോസിൻ്റെ മാനസികാവസ്ഥയിൽ തന്നെ എംപ്ലോയീസ് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വരുന്ന വിള്ളലുകളെ നീക്കാൻ ഒരു പക്ഷേ നിങ്ങളുടെ ഇടപെടലുകൾ വളരെ ഗുണകരമാകുമെന്ന് എനിക്ക് സംസാരത്തിൽ തോന്നിയിരുന്നു. ഓക്കെ, ഇതിൽ കൊറസോണിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ ഡൗട്ടില്ല. ബാക്കിയുള്ള കമ്പനികളെ പറ്റി വേണമെങ്കിൽ പറയാം. കാരണം കൊറസോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ മാമിനെ പോലത്തെ ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ മാമിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം മാം വ്യക്തമായിട്ട് ഒരാളെ ആസ് എ മെന്റലിസ്റ്റ് എന്നെക്കാളും കൂടുതൽ ആൾക്കാരെ സ്റ്റഡി ചെയ്യാൻ മാഡത്തിന് പറ്റുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഞാൻ പഠിച്ചിട്ടുണ്ട് കാരണം 2 ദിവസം കൊണ്ടാണെന്ന് മാത്രം, യദുവിന് ശേഷം അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡത്തിന് മുന്നിൽ വരുന്ന ആൾക്കാർക്ക് കറക്റ്റ് എന്താണ് അവരുടെ നീഡ് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്താൽ അവർ മുന്നോട്ട് വരുമോ, കയറി വരുമോ, അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ളൊരു എടുത്തുചാട്ടത്തിന്റെ പേരിലാണോ അവരിത് പറയുന്നത് എന്നൊക്കെ വ്യക്തമായിട്ട് മാഡത്തിന് അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് എക്സ്പീരിയൻസിലൂടെ വരുന്നൊരു സംഭവമാണ്. അതെന്തായാലും മാഡത്തിനുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കമ്പനികൾക്കൊന്നും ഒരു മെന്റലിസ്റ്റിന് സഹായം വേണ്ട എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം മാം തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ, ഗീവ് ആൻഡ് ടേക്ക് എന്ന് പറയുമ്പോൾ മാം എന്നെ ഒന്ന് വെക്കുമ്പോൾ ഞാൻ മാഡത്തിന് സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ അല്ല, ഞാൻ സീരിയസ്ലി പറഞ്ഞതാണ്. കാരണം എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഫീൽ ചെയ്തത്. കാരണം മാം എന്നോട് സംസാരിച്ച രീതി, ഞാൻ മാഡത്തിനോട് ഒരു മെന്റലിസ്റ്റും വേറൊരാളുടെ അടുത്ത് ഓപ്പണായിട്ട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടാവില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു, അത് റിയൽ ആയിട്ടുള്ള സ്റ്റോറിയാണ്. മാം എപ്പോഴും അത് കേട്ട് സപ്പോർട്ട് ചെയ്യാനാണ് നിൽക്കുന്നത്. ഇവിടെ എനിക്ക് അറിയില്ല, പക്ഷെ പറഞ്ഞു കേട്ട പ്രകാരം ഇനി ഇത് വീഡിയോ വരുന്ന സമയത്ത് കാണുമ്പോഴൊക്കെ ഇവിടെയുള്ള കമ്പനിയിലുള്ള ആൾക്കാരൊക്കെ ഇത് ഫേസ് ചെയ്ത ആൾക്കാരായിരിക്കും. മാഡത്തിന്റെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പം ദീപയുടെ കേസിൽ അവളൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. അപ്പം ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം, ഒരു സ്പേസ് എന്തായാലും നമുക്ക് കൊച്ചിയിൽ വേണം. അപ്പോൾ നീ പോയിട്ടൊരു സ്പേസ് എടുത്ത് അവിടെ ഇന്നലെ പറഞ്ഞ വെറുതെ അവിടെ ഇരുന്നാൽ മതി, നിന്റെ കയ്യിൽ കഴിവുണ്ട്, സ്റ്റഫുണ്ട്, നിനക്കുള്ള വർക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നോർമൽ കമ്പനി പോലെയുള്ളൊരു സംഭവമല്ല. അത് ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയുള്ള ഒരു കമ്പനിയാണ്. നല്ലൊരു ഒരാൾ വരുമ്പോൾ അവർക്ക് എന്താണോ വേണ്ടത് അതൊക്കെ ഇവിടെ ഉണ്ട്. ഒരാൾക്ക് എന്താണോ വേണ്ടത് അത് വന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ ഉണ്ട്. ഖുറാസോൺ ശരിക്കും പറഞ്ഞാൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഏരിയ തന്നെ ആളുകൾക്കുള്ള പ്രശ്നങ്ങളെ, അതായത് ഇഫ് ഈസ് ആൻ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ അയാൾക്കൊരു കഴിവുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് നമുക്ക് കൊടുക്കാൻ പറ്റും, ത്രൂ നെറ്റ്വർക്കിംഗ്, ത്രൂ കമ്മ്യൂണിക്കേഷൻ എന്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ ദീപയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ തോന്നിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ, നമുക്ക് ലൈഫ് സ്റ്റോറിയെ പറ്റി പറഞ്ഞു അതിനിടയ്ക്ക്, അതെനിക്ക് അതിനകത്തേക്ക് വരാനുണ്ട്. അപ്പോൾ ദീപയെ അന്ന് ഏതോ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ദീപയെ ശരിക്കും പറഞ്ഞാൽ എനിക്കന്ന് തോന്നിയത് സ്പൗസാണെന്ന് പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ എനിക്ക് തോന്നിയത് ഒരു കമ്പാനിയനായിട്ടാണ്. ചില ഒരു ഭാര്യ എന്ന് പറയുന്ന സ്ഥാനം എന്ന് പറയുന്നതിന് ചില പരിമിതികളുണ്ട്. നമ്മൾ ആ ഭാര്യ എന്ന പേര് പറയുമ്പോൾ
ഇണാന്ന് പറഞ്ഞാലും അതിനകത്തൊരു പരിമിതിയുണ്ട്. പക്ഷെ ഒരു സന്തത സഹചാരി എന്ന് പറയുന്നതിന് ഭയങ്കര വ്യത്യാസമുണ്ട്. സംടൈംസ് അവർക്ക് വേണമെങ്കിൽ മദർ ആവാം, സംടൈംസ് സിസ്റ്റർ ആവാം, വേണമെങ്കിൽ മകളാവാം, ഭാര്യയാവാം, അമ്മയാവാം, അമ്മൂമ്മയാകാം, ആരും ആകാം. കാരണം അതാണ് ആ കമ്പാരിസൺ. കാരണം നമ്മളുടെ മൂഡിനനുസരിച്ചിട്ടായിരിക്കും അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് പെരുമാറുന്നത്. അതൊരു വലിയ എന്താ പറയുക, ദീപയിൽ കണ്ടൊരു വലിയ ആറ്റിറ്റ്യൂഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിലൊരു പ്രശ്നമുള്ളത് ഇപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവളായിട്ട് എടുത്തിട്ട് അവള് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന സിറ്റുവേഷൻസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ ഈ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്, ഭയങ്കര ഡൗൺ ആവുകയൊക്കെ ചെയ്യുന്ന ആളാണ്. അങ്ങനെ വരുമ്പോൾ അവക്കാണ് അത് കൂടുതൽ. അല്ല, അതാണ് സൗഹൃദം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സഹോദരങ്ങൾ തമ്മിലുള്ള ഇടപാടുകളാണെങ്കിലും മറ്റാരും തമ്മിലുള്ള, അതായത് ബന്ധങ്ങൾ തമ്മിലുള്ള ഇടപാടുകൾക്കൊക്കെ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്ത് രണ്ടാമത്തെ പ്രാവശ്യം അവിടെ നിന്നുള്ള റെസ്പോൺസ് മോശമാണെങ്കിൽ പിന്നെ നമ്മളതിന് നിന്നില്ല എന്ന് വരും. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലേ, സുഹൃത്തുക്കൾ ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. ഇപ്പോൾ എൻ്റെ മകനൊക്കെ തന്നെയാണെങ്കിലും രാത്രി 12:30 മണിക്കോ 2 മണിക്കോ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ പെട്രോൾ തീർന്ന് എവിടെയെങ്കിലും നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ഉറക്കം കളഞ്ഞായാലും അവന്മാർ അവിടെ പോയി ആ വണ്ടി ഉന്തി വേണമെങ്കിൽ കൊണ്ടുവന്നേരും. കാരണം അതാണ് അവരുടെ, ഞാൻ പറഞ്ഞത്, ആ ഒരു ലെവലിലേക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫ് എത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ആ ലൈഫ് ഒരു നല്ല രീതിയിലാണ്. ദീപ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിലെന്താണെന്നറിയോ, ഞാൻ ടു ബി വെരി ഫ്രാങ്ക്, അതായത് എനിക്കൊരു രഹസ്യം എന്ന് പറയാൻ ഒന്നും അവളുടെ അടുത്തില്ല, ഒന്നുമില്ല, നത്തിങ്. എൻ്റെ ഒരു മോശം സൈഡാണെങ്കിലും എൻ്റെ ഒരു നല്ല സൈഡാണെങ്കിലും എല്ലാം, എവരിത്തിങ്, ഈച്ച് ആൻഡ് എവരിത്തിങ് അവൾക്കറിയാം. അതേപോലെ തന്നെയാണ് എനിക്ക് അവളെ വ്യക്തമായിട്ട് അറിയാം. അതൊരു ഭയങ്കര ഒരു, അങ്ങനെ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇടയിൽ വേറെ പ്രശ്നങ്ങളില്ല. കൈ കൊടുക്കാട്ടോ. താങ്ക് യു ഫോർ ബീയിങ് വിത്ത് മീ. സോ പിന്നെയുള്ള പ്രശ്നം സാമ്പത്തിക പ്രശ്നങ്ങളാണ്. അതിപ്പോൾ ഓഫ് കോഴ്സ് കൊറോണ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബാധിച്ച പോലെ പ്രശ്നങ്ങൾ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ചെയ്യാൻ വേദികളില്ല എന്നുള്ള രീതിയിൽ. സ്റ്റേജ് ഷോസ് ചെയ്തിരുന്ന എല്ലാവരും, അത് ഒരു കാറ്റഗറി മാത്രമല്ല, ഈവൻ ലൈവ് ഷോസ് ചെയ്തിരുന്ന എല്ലാവർക്കും ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ മുന്നിലേക്ക് കയറി വരാൻ പിന്നീട് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒത്തിരി പേര് വീണ്ടും അതിലേക്ക് തിരിച്ചു വന്നു. ഇപ്പം നമുക്കറിയാവുന്ന പോലെ ലൈവ് ഷോസ് എല്ലാം വളരെ സജീവമാണ്. അപ്പോൾ ആരുടെയും ഒന്നും നഷ്ടപ്പെടുന്നില്ല. കുറച്ച് നാളത്തേക്കൊന്ന് പിടിച്ചു വെച്ചൊന്ന് മാത്രം. ഇനി അതിന് എന്താ പറയുക, നമ്മൾ പറയും അല്ല, പുലി പുറകോട്ടെടുക്കുന്നത് മുന്നോട്ടായാനാണെന്ന് പറയുന്നത് പോലെ നമ്മളിനി മുന്നോട്ടായാണ്. യദുവിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ദീപയെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിവുകൾ ആർക്കും എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഇല്ലേ? നമുക്ക് അതൊരു നമ്മൾ ആലോചിച്ചറിയാം, നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എന്ത് മനസ്സിലാക്കി, നമ്മൾ എന്ത് ചെയ്യുന്നു. ആ കഴിവുകൾ ഒരാൾക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. എത്ര മോഷ്ടാവാണെന്ന് പറഞ്ഞാലും താഴ്ത്തിക്കളയുന്ന ആളാണെങ്കിലും. അപ്പോൾ യദുവിൻ്റെ ലൈഫ് സ്റ്റോറി അന്ന് എനിക്ക് നമ്മൾ തമ്മിലിങ്ങനെ സംസാരിച്ചപ്പോൾ ചില ലൈഫ് സ്റ്റോറികൾ കേൾക്കുമ്പോഴാണ് തോന്നുന്നത് ഇതിങ്ങനെ ഞാൻ മാത്രം കേട്ടാൽ പോരാ, കുറേ പേര് കൂടി കേൾക്കണമെന്ന് തോന്നുന്നത്. അല്ല, നിങ്ങളുടെ സക്സസ്സിലേക്ക് നിങ്ങളെ നയിക്കുന്ന ചില ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അവരും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെന്ന് കേൾക്കുമ്പോഴാണ് അവരെയും നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് തോന്നുന്നത്. ആ ഒരൊറ്റ തോട്ടാണ് നിങ്ങളെ ഇപ്പം ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത് കേട്ടോ. ഇതില് എല്ലാ കൂട്ടുകാരും തമ്മിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടാൽ മതി എന്നാൽ എല്ലാവരും രക്ഷപ്പെടുമല്ലോ, പക്ഷെ ആരും രക്ഷപ്പെടുന്നില്ല എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു വാക്ക്, അത് ഒട്ടുമിക്ക കൂട്ടുകാരും പറയുന്നൊരു സംഭവമാണ്. അതിൽ വേറൊരു കാര്യമുണ്ട്, എന്താ പറയുക, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് എല്ലാവരും കൂട്ടമായി നിൽക്കുന്നു, എല്ലാവരും ഒരേ മനസ്സുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. ചില ആൾക്കാർ, ഞാൻ ഇത് റെഗുലറായിട്ട് പറയുന്നതല്ല, ചില ആൾക്കാർ പെട്ടെന്ന് ആ പാർട്ട്ണർഷിപ്പ് മാറിയിട്ട് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പിന്നീട് കാണുന്ന അവരുടെ വളർച്ചയായിരിക്കും. അതൊരു ഫാക്റ്റാണ്. നമ്മുടെ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവൻ പെട്ടെന്ന് നമ്മളെ വിട്ടുപോയി, അവൻ ഫേമസ് ആയി എന്ന് പറഞ്ഞ ഒരു ഇത്, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥയിലാണ് നമ്മളൊരു കൂട്ടുകെട്ട് ഉണ്ടാവുന്നത്. അത് ചിലപ്പോൾ ഡിപ്രസ്ഡ് ആയിട്ടുള്ളൊരു കൂട്ടുകെട്ടായിരിക്കും. അതിലൊരാൾ ഒരു ഇത് വന്ന് മുന്നോട്ട് കയറിപ്പോയി, പിന്നെ അയാൾ അവിടെ നിന്ന് ഒരു കൈ ഇടുമ്പോൾ നമ്മൾ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യും. കാരണം നീ നമ്മൾ ഉപേക്ഷിച്ച് പോയതല്ലേ. അവർ ഉപേക്ഷിച്ച് പോകുന്നതല്ല, ആക്ച്വലി നമ്മൾ അവരെ ഭാഗത്തുനിന്ന് കൂടെ ചിന്തിക്കുമ്പോൾ
അവരൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അത് അതൊരു ഗോളാക്കി മാറ്റി അവർ സക്സസ് ആയിട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഗ്യാപ്പ് വരും. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എപ്പോഴും രണ്ട് ഭാഗത്തു നിന്ന് ചിന്തിക്കുക എന്നുള്ള, എന്തുകൊണ്ട് അയാൾ പോയി, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നില്ല എന്നുള്ള ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ എൻ്റെ നാട്ടിൽ നീലേശ്വരം ആണ് എൻ്റെ നാട്, കാസർഗോഡ് ജില്ലയിൽ. ഞാൻ അവിടെ നിന്ന് നാട് വിട്ട് വരുമ്പോൾ, കൊച്ചിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് മാറുന്ന സമയത്ത് എന്നോട് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്, ഒന്ന് ലെവലായി വരുമ്പോൾ നീ നാട് വിട്ട് പോവാണല്ലോ എല്ലാവരെയും പോലെ എന്നുള്ളത്. അത് അങ്ങനെയല്ല ആക്ച്വലി. കാരണം നമുക്ക് ആ നാട്ടിലുള്ളതിനേക്കാളും ഓപ്പർച്യൂണിറ്റീസ് വേറെ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ അവിടെ നിന്നാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില സമയത്ത് ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഉണ്ടാകുമ്പോൾ ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം ചെയ്യുന്ന ഏഷ്യാനെറ്റ് പ്ലസ്സിൽ അവർ വിളിക്കും, രാവിലെ വിളിച്ചിട്ട് വൈകുന്നേരം ഷൂട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. അങ്ങനെയുള്ളവരെ അവർ വിളിക്കുള്ളൂ. നീ എവിടെയാ? ഞാൻ കാസർഗോഡോ. ആദ്യം അപ്പൊ അവര് തൊട്ടടുത്തുള്ള ഒരാൾ അവർ അന്വേഷിച്ചു പോകും. അപ്പൊ അതാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം. യദുവിന് എനിക്ക് അതിനകത്ത് ഒരു വലിയ അപ്രീസിയേഷൻ തരാനുണ്ട്. കാരണം മിനിയാന്ന് ഞാൻ വിളിച്ചു വരുത്തുന്നത്, അതായത് കണ്ണൂരിൽ നിൽക്കുന്ന യദുവിനോടാ ഞാൻ ചോദിക്കുന്ന ഒരു പാർട്ടി കാണാനുണ്ട്, എന്ത് വേണം എന്നുള്ളത്. അപ്പം നാളെ രാവിലെ ഞാൻ അവിടെ എത്തിയേക്കാന്ന് പറഞ്ഞു. ആ പാർട്ടികളോട് ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരാളെ നിങ്ങൾക്ക് ഇരുന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കന്ന് ബാംഗ്ലൂർ പോകേണ്ടതാണ്. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ സ്റ്റേ ചെയ്തേ പറ്റുള്ളൂ, നിങ്ങൾക്ക് അദ്ദേഹത്തെ കാണണം എന്നുണ്ടെങ്കിൽ. അദ്ദേഹം കണ്ണൂരിൽ നിന്നാണ് വരേണ്ടത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഏതോ ആ സമയത്ത് എത്തുമെന്ന്. വളരെ പങ്ക്ച്വലായിട്ട് ആ സമയത്ത് എത്തുകയും അവരുമായിട്ട് കാണുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ പോലെ രണ്ട് പ്രാവശ്യം മുട്ടില്ല ഒരിക്കലും. രണ്ടാമത് മുട്ടുന്നത് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയുമല്ല. നമ്മൾ പറയും അവസരങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന അവസരങ്ങളല്ല. ഒരവസരം ഒരു പ്രാവശ്യം വരുള്ളൂ. ആ അവസരം എടുത്തില്ലെങ്കിൽ പിന്നെ രണ്ടാമത് വരുന്നത് വേറൊരു അവസരമായിരിക്കും.